നമസ്കാരം. വാർത്താസന്ധ്യയിലേക്ക് വിശദമായി. തൃശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരായ നടപടി ഉടൻ. മർദ്ദിച്ച ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാമെന്നാണ് ഡിജിപിക്ക് നിയമോപദേശം കിട്ടിയിരിക്കുന്നത്. പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാമെന്ന തൃശൂർ റേഞ്ച് ഡിഐജി ആർ ഹരിശങ്കറിന്റെ ശുപാർശയിന്മേലാണ് നിയമോപദേശം. മർദ്ദന വാർത്ത പുറത്തുവന്ന ദിവസം മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിച്ചത് ശരിയായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ കെ. സുധാകരൻ വിമർശിച്ചു. മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാമെന്നാണ് തൃശൂർ റേഞ്ച് ഐജി ആർ ഹരിശങ്കറിന്റെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് നിയമോപദേശം തേടിയത്. കോടതിയിൽ നിലനിൽക്കുന്ന കേസാണെങ്കിലും ഇവർക്കെതിരെ പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കാമെന്നാണ് നിയമോപദേശം. 4 പോലീസുകാർക്കെതിരെ ഉടൻ നടപടിയുണ്ടായേക്കും. കാരണം കാണിക്കൽ നോട്ടീസിന് ശേഷമാകും കടുത്ത നടപടികളിലേക്ക് നീങ്ങുക. തന്നെ മർദ്ദിച്ച അന്നത്തെ പോലീസ് ഡ്രൈവർക്കെതിരെയും നടപടി വേണമെന്നാണ് മർദ്ദനമേറ്റ സുജിത്തിന്റെ ആവശ്യം. ഈ 5 പേരെയും സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം. പിന്നെ അവർക്കെതിരെ തക്കതായ നടപടി എടുത്തുകൊണ്ട് കേസിനെ വിധേയനാക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. നടപടിയില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ മുന്നറിയിപ്പ്. ഇപ്പൊ ചെയ്ത നടപടിയേ ഉള്ളൂ, ഇനിയൊരു നടപടി ഇല്ലാന്ന് പറയട്ടെ. അപ്പോ ഞങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് ഞങ്ങൾ പറയാം. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു കെ. സുധാകരന്റെ പ്രതികരണം. ഞാൻ ചെയ്യില്ല, മോശമായി പോയി. അതിലൊന്നും ഭർത്താവ് ഞാൻ പറയുന്നില്ല. പോലീസ് മർദ്ദനത്തിൽ ഇന്നും വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. മർദ്ദിച്ച CPO ശശിധരന്റെ തൃശൂർ തൃക്കൂരിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. മധ്യസ്ഥ ചർച്ചയ്ക്കെത്തിയ തനിക്ക് പോലീസിൽ നിന്ന് മർദ്ദനമേറ്റെന്ന കൊല്ലത്തെ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ തുറന്നുപറച്ചിൽ. കൊല്ലം നെടുമ്പന നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സജീവാണ് CI കഴുത്തിൽ പിടിച്ചെന്ന ആരോപണവുമായി എത്തിയത്. തുറന്നു പറഞ്ഞതിന്റെ പേരിൽ സ്ഥാനങ്ങളിൽ നിന്ന് താൻ നീക്കം ചെയ്താൽ കുഴപ്പമില്ലെന്ന് സജീവ് 24നോട് പറഞ്ഞു. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുമ്പോഴാണ് CPM നേതാവ് തന്നെ പോലീസ് മർദ്ദനത്തെക്കുറിച്ച് തുറന്നു പറയുന്നത്. അനുഭവങ്ങളാണ് ബോധ്യങ്ങളാകുന്നതെന്ന തലക്കെട്ടോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരു കേസിന്റെ മധ്യസ്ഥ ചർച്ചയ്ക്കെത്തിയ തന്നെ CI ഉപദ്രവിച്ചുവെന്ന സജീവ് 24നോട്. CI ചാടി എണീറ്റ് എല്ലാം ഇവിടെ പിടിച്ചിട്ട് ഇവിടെ പിടുത്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ടതും വല്ലാത്ത രീതിയിലുള്ള പിടുത്തം. ആ വേദന മാറിയിട്ടില്ല. പാർട്ടി വിരുദ്ധ പോസ്റ്റല്ലെന്നും ഇതിന്റെ പേരിൽ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്താൽ കുഴപ്പമില്ലെന്നും ലോക്കൽ സെക്രട്ടറി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. CIയുടെ മർദ്ദനവുമായി ബന്ധപ്പെട്ട് നിലവിൽ ACPക്ക് പരാതി നൽകിയിരിക്കുകയാണ് ലോക്കൽ സെക്രട്ടറിയായ സജീവ്. ഞാനും പാർട്ടിയും അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. പ്രതിപക്ഷം പോലീസ് മർദ്ദനത്തിനെതിരെ വലിയ പ്രതിഷേധമുയർത്തുമ്പോഴാണ് ഭരണകക്ഷിയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് തന്നെ സ്വന്തം മർദ്ദനാനുഭവം ഫേസ്ബുക്കിൽ കുറിക്കേണ്ടി വന്നത്. ഇത് സർക്കാരിനെയും പാർട്ടിയെയും ഒരുപോലെ തന്നെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. വിഷയത്തിൽ CPM കൊല്ലം ജില്ലാ കമ്മിറ്റി ഇതേസമയം മൗനം തുടരുകയാണ്. ആർ അരുൺ രാജ്, 24 കൊല്ലം. ബീഡിക്ക് GST കുറച്ചതിനെ ബീഹാറുമായി ബന്ധപ്പെടുത്തി എക്സ്പോസ്റ്റിൽ കൈപൊള്ളി കോൺഗ്രസ് കേരള ഘടകം. പോസ്റ്റ് വൻ വിവാദമായതോടെ KPCC സോഷ്യൽ മീഡിയ വിഭാഗത്തിന്റെ ചുമതലയിൽ നിന്ന് VT ബൽറാം രാജിവെച്ചു. KPCC നേതൃത്വം വിശദീകരണം തേടിയതിനു പിന്നാലെയാണ് രാജി. പോസ്റ്റിൽ പിഴവുണ്ടായെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. ബീഹാറും BDയും ബിയിലാണ് തുടങ്ങുന്നതെന്ന കോൺഗ്രസ് കേരള ഘടകത്തിന്റെ പോസ്റ്റാണ് വിവാദമായത്. ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസ് കേരള ഘടകത്തിന്റെ എക്സ്പോസ്റ്റ് ദേശീയ നേതൃത്വത്തെ വെട്ടിലാക്കിയതിനു പിന്നാലെയാണ് സോഷ്യൽ മീഡിയ വിഭാഗത്തിന്റെ ചുമതലയിൽ നിന്ന് VT ബൽറാം രാജിവെച്ചത്. പോസ്റ്റിൽ പിഴവ് സംഭവിച്ചെന്ന് KPCC അധ്യക്ഷൻ വ്യക്തമാക്കിയതിനു പിന്നാലെയാണിത്. കോൺഗ്രസിന്റെ ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതിൽ ശ്രദ്ധക്കുറവും അപാകതയും സംഭവിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് പിൻവലിച്ചുകൊണ്ട് അത് തിരുത്തുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ സോഷ്യൽ മീഡിയ വിഭാഗത്തോട് KPCC വിശദീകരണം തേടിയിരുന്നു. പോസ്റ്റ് ഒഴിവാക്കപ്പെടേണ്ടിയിരുന്നുവെന്ന് KPCC മുൻ അധ്യക്ഷൻ കെ. സുധാകരൻ MP ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചു. ഉടൻ തന്നെ സോഷ്യൽ മീഡിയ വിഭാഗം പുനഃസംഘടിപ്പിക്കും. പോസ്റ്റിൽ കടുത്ത വിമർശനമാണ് BJPയും JDUവും ഉന്നയിച്ചത്. RJDക്ക് കടുത്ത അമർഷവുമുണ്ട്. ഉദ്ദേശം എന്തുതന്നെയായാലും പരാമർശം തെറ്റെന്നാണ് തേജസ്വി യാദവിന്റെ പ്രതികരണം. ബീഡിക്ക് GST കുറച്ചത് ബീഹാർ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് വ്യാഖ്യാനിക്കാനാണ് പോസ്റ്റിലൂടെ കോൺഗ്രസ് കേരള ഘടകം ശ്രമിച്ചതെങ്കിലും പോസ്റ്റ് കോൺഗ്രസിനെ തന്നെ വെട്ടിലാക്കുകയായിരുന്നു. 24 കണ്ണൂർ. ചില ഉപാധികൾ മുന്നോട്ട് വെച്ചതെന്ന് NSS ഇതിൽ രാഷ്ട്രീയം പാടില്ല, അതുപോലെ തന്നെ ഇത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ആയിരിക്കണമെന്നൊക്കെ അക്കാര്യങ്ങൾ തന്നെയാണോ ഇപ്പോഴും? അല്ല, അദ്ദേഹം ഞങ്ങളോട് ഇപ്പോൾ ഒരു ഉപാധിയും പറഞ്ഞില്ല. അദ്ദേഹം ഞങ്ങളോട് കൃത്യമായും ഞങ്ങളുടെ അക്ഷരം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതിനിധി, അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതിനിധി നിശ്ചയമായും അതിൽ പങ്കെടുക്കും. അദ്ദേഹം ഇതിനെ ഇത് അംഗീകരിച്ചുകൊണ്ടൊരു കത്തും ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു.
നേരത്തെ തന്നെ പിന്തുണ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് SNDP ആയാലും NSS ആയാലും KPMS ആയാലും മറ്റു സാമുദായിക സാംസ്കാരിക സംഘടനകളായാലും ഇവരെല്ലാം സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ ഇവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടല്ലേ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവരുടെ ഒരു പിന്തുണ നമുക്കുണ്ട്, അത് ഞങ്ങൾക്ക് പ്രചോദനമാണ്, സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു നല്ല കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവർ കാണുന്നത്. ഞങ്ങൾക്ക് ഇതിൽ പുറത്ത് വിവാദങ്ങൾ എന്തുണ്ടായാലും ഞങ്ങൾക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ശബരിമലയുടെ അടിസ്ഥാനപരമായ വികസനമാണ്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഇത് ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണ്. ഞങ്ങൾ സിംഗപ്പൂരിൽ കൂടിയ അയ്യപ്പ കൂട്ടായ്മയുടെ ഭാഗമായി വന്നൊരു ആവശ്യമാണ്. അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല, പകരം അഡ്വക്കേറ്റ് അജികുമാറാണ് പോയത്. അദ്ദേഹത്തോട് അവിടുത്തെ ഭക്തർ പറഞ്ഞതാണ്, ഞങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, നയതന്ത്രപരമായ പ്രശ്നങ്ങളുണ്ട്, അത് ഞങ്ങൾക്ക് അവിടെ അവതരിപ്പിക്കുവാനുള്ള കൂട്ടായ്മ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതനുസരിച്ച്, ഇത് 6 മാസങ്ങൾക്ക് മുമ്പാണ്, അന്നാണ് 2 കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചത്. പമ്പാ സംഗമം സംഘടിപ്പിക്കുവാനും ശബരിമല തീർത്ഥാടന കാലത്തിന് മുമ്പ് ആഗോള അയ്യപ്പ സംഗമം നടത്താനും തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് നടത്തിയത്. ഞങ്ങൾ സർക്കാരിനോട് പറഞ്ഞു, ദേവസ്വം മിനിസ്റ്ററോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു പൂർണ്ണമായും നമുക്ക് നടത്തിക്കൊണ്ടുപോകാം. പിന്നെ ഇത് സർക്കാർ നടത്തുകയാണോ? ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് NSS ജനറൽ സെക്രട്ടറിയെ ക്ഷണിച്ച ശേഷം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംസാരിക്കുകയായിരുന്നു. രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുന്നതിനിടെ SNDP NSS നേതൃത്വങ്ങളെ ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് നേരിട്ടെത്തി ക്ഷണിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് SNDPയെയും നേരത്തെ ക്ഷണിച്ചിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഇക്കാര്യത്തിൽ പ്രതികരണം അറിയിക്കുകയും ചെയ്തു. ബദൽ സംഗമത്തെ വെള്ളാപ്പള്ളി നടേശൻ വിമർശിക്കുകയും ചെയ്തു. പ്രതികരണത്തിലേക്ക്. അയ്യപ്പൻ്റെ ഭക്തിയും അതുപോലെ തന്നെ പ്രസക്തിയും കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണിത്. എല്ലാവർക്കും ചെല്ലാനും കാണാനും ഭജിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കുന്ന ഒരുപക്ഷെ ഇന്ത്യയിൽ ഏക ക്ഷേത്രം ശബരിമല മാത്രമാണ്. അതിന് കക്ഷിരാഷ്ട്രീയം പറഞ്ഞ് പിണറായിയെ പറഞ്ഞും സ്ത്രീപ്രശ്നം പറഞ്ഞും ഇന്ന് സമയം കളയേണ്ടതല്ല. തിരിഞ്ഞു നിന്ന് കുത്താൻ ശ്രമിക്കുന്നവർ സ്വയം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതല്ലാതെ ഈ സംരംഭത്തിന് യാതൊരു കുറവും വരാതെ ഭക്തജനങ്ങൾ ഇത് 2 കൈയും ഇപ്പോഴേ സ്വീകരിച്ച് കഴിഞ്ഞു. ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എതിരായ വിമർശനത്തിൽ മലക്കം മറിഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ അമേരിക്ക ബന്ധം സവിശേഷമെന്നും നരേന്ദ്രമോദിയുമായി എപ്പോഴും സൗഹൃദമാണെന്നും ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രതികരണം. ട്രംപിന്റെ പുതിയ നിലപാടിന് പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അമേരിക്കയുമായി പാകിസ്ഥാൻ അടുക്കുന്നതിനിടെ റെയിൽവേ നവീകരണ പദ്ധതിയിൽ നിന്ന് ചൈന പിന്മാറി. ഇരുണ്ട ചൈനയോടടുത്ത ഇന്ത്യയും റഷ്യയും അമേരിക്കയ്ക്ക് നഷ്ടമായെന്നായിരുന്നു ഇന്നലെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യയെ എതിർചേരിയിൽ നിർത്തിയുള്ള നിലപാടിൽ നിന്ന് ട്രംപ് മലക്കം മറിഞ്ഞു. ഇന്ത്യയുമായുള്ള ബന്ധം പഴയപടിയാകുമോ എന്ന ചോദ്യത്തിന് ഇരു രാജ്യങ്ങളും തമ്മിൽ സവിശേഷ ബന്ധമാണെന്നും മോദി എപ്പോഴും സുഹൃത്തെന്നും മറുപടി. എന്നാൽ ചില കാര്യങ്ങളിൽ തനിക്ക് യോജിപ്പില്ല. ട്രംപിന്റെ പുതിയ നിലപാടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമഗ്രമായ പങ്കാളിത്തമുണ്ടെന്നാണ് ട്രംപിനെ ടാഗ് ചെയ്ത് മോദിയുടെ എക്സ് പോസ്റ്റ്. UN വാർഷിക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തേക്കില്ലെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇരു നേതാക്കളുടെയും പ്രതികരണങ്ങൾ. ഈ മാസം അവസാനം നടക്കാനിരിക്കുന്ന ന്യൂയോർക്കിലെ സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ആയിരിക്കും പങ്കെടുക്കുക. ഇതിനിടെ പാകിസ്ഥാനിലെ റെയിൽവേ നവീകരണ പദ്ധതിയിൽ നിന്ന് ചൈന പിന്മാറി. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ 2ാം ഘട്ടത്തിനായി ധനസഹായം നൽകാൻ ചൈന തയ്യാറായിട്ടില്ല. ധനസഹായത്തിന് പാകിസ്ഥാൻ ADBയെ സമീപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പ് തുടർക്കഥയാകുന്നു. വ്യാജ കോടതിയും സാക്ഷിയെയും സൃഷ്ടിച്ച് മട്ടാഞ്ചേരി സ്വദേശിയായ സ്ത്രീയിൽ നിന്ന് 2,88,00,000 രൂപ തട്ടിയെടുത്തു. ഇതിനിടെ ഫാർമസ്യൂട്ടിക്കൽ ഉടമയിൽ നിന്ന് 25 കോടി തട്ടിയതിന്റെ ഉറവിടം ദ്വീപ് രാഷ്ട്രമായ സൈപ്രസ് എന്ന് കണ്ടെത്തി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കൊച്ചിയിൽ 4 കേസുകളിലായി 30 കോടി രൂപയാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത്. തട്ടിപ്പുകാരിൽ നിന്ന് കടുത്ത മാനസിക പീഡനമാണ് മട്ടാഞ്ചേരി സ്വദേശിയായ വീട്ടമ്മ നേരിട്ടത്. ജെറ്റ് എയർവേസ് സാമ്പത്തിക തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് സംഘം വിളിച്ചത്. മുംബൈയിലെ തിലക് നഗർ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തെന്ന് വിശ്വസിപ്പിച്ചു. വ്യാജ കോടതിയും സാക്ഷിയുമൊക്കെ സൃഷ്ടിച്ചു. ജഡ്ജിയും വക്കീലുമൊക്കെയുള്ള വ്യാജ കോടതിയിൽ വീട്ടമ്മയെ ഓൺലൈൻ വഴി ഹാജരാക്കുകയും ചെയ്തു. പണം തട്ടിയെടുത്തതിന് പിന്നാലെ കേസിൽ നിന്ന് ഒഴിവാക്കിയെന്ന് സന്ദേശമെത്തി. തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിരുന്നു നിർദ്ദേശം. ഈ വാക്ക് വിശ്വസിച്ച് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് നടന്നത് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. വീട്ടമ്മ നൽകിയ പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ കൊച്ചിയിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയുടെ 25 കോടി രൂപ തട്ടിയെടുത്ത ഷെയർ ട്രേഡിംഗ് സൈബർ തട്ടിപ്പിന്റെ ആസൂത്രണം നടന്നത് യൂറോപ്യൻ ദ്വീപ് രാജ്യമായ സൈപ്രസിൽ നിന്നെന്ന്
അന്വേഷണ സംഘം കണ്ടെത്തി. ക്യാപിറ്റലിക്സ് എന്ന വ്യാജ ആപ്പ് വഴിയായിരുന്നു തട്ടിപ്പ്. ഇന്ത്യയിൽ മാത്രം 1000 പേർക്ക് ആപ്പിലൂടെ പണം നഷ്ടമായി. 60 മുതൽ 1 കോടി രൂപ വരെയാണ് കേരളത്തിൽ നിന്നുള്ള ആളുകൾക്ക് നഷ്ടമായത്. നിരവധി ബോധവൽക്കരണ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും സൈബർ തട്ടിപ്പ് ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ജനങ്ങൾ ജാഗ്രത പുലർത്തുക മാത്രമാണ് ഇത് തടയാനുള്ള ഏക വഴി. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ഒരു വാഹനാപകട വാർത്ത വരുന്നുണ്ട്. ഉള്ളിയേരി ബാലുശ്ശേരി റോഡിൽ പിക്കപ്പ് വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം 2 പേർക്ക് ഗുരുതര പരിക്ക് എന്നുള്ള വാർത്ത മിഥില ബാലൻ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. കോഴിക്കോട് നിന്ന് മറ്റൊന്ന് മദ്യലഹരിയിൽ ATM-ന് നേരെ യുവാവ് കല്ലെറിഞ്ഞു എന്നുള്ള വാർത്തയാണ്. തൃത്താല ആനക്കരയിലാണ് ഈ സംഭവമെന്ന് ശ്രീകുമാരനും അറിയിക്കുന്നുണ്ട്. കണ്ണൂർ അർബൻ നിധി നിക്ഷേപ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ കിഴുത്തുള്ളി സ്വദേശി തച്ചോത്ത് ഷൈജുവിനെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിക്ഷേപ തട്ടിപ്പ് നടത്തിയ സൊസൈറ്റിയിലെ മാനേജറായിരുന്നു ഷൈജു. അരുൺ പൂപ്പറമ്പയുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്ന് ഉച്ചയോടെയാണ് കിഴുത്തള്ളി സ്വദേശിയായിട്ടുള്ള തച്ചോത്ത് ഷൈജുവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അർബൻ നിധി നിക്ഷേപ തട്ടിപ്പ് കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളാണ് ഷൈജു ഉൾപ്പെടെയുള്ളവർക്കെതിരെ 50-ലധികം കേസുകൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലുണ്ട്. ഈ അർബൻ നിധി നിക്ഷേപ തട്ടിപ്പ് കേസാണ്. അത്തരത്തിൽ നിക്ഷേപകരിൽ നിന്ന് പണം വാങ്ങി തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. ഇതിലെ മുഖ്യ പ്രതിയാണ് ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിൽ കണ്ണൂർ സിറ്റി പോലീസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ പ്രാഥമിക അന്വേഷണ ശേഷം പോലീസ് പറയുന്നത് ഈ ആത്മഹത്യയും ഈ കേസും തമ്മിൽ ബന്ധമില്ല എന്നതാണ്. മറ്റ് വ്യക്തിപരമായ കാരണങ്ങളാലാണ് ആത്മഹത്യ എന്നതാണ് പ്രാഥമിക അന്വേഷണ ശേഷം പോലീസിന്റെ ഒരു നിഗമനം. അരുൺ പൂപ്പറമ്പ, കണ്ണൂരിൽ നിന്ന്. 500 കോടിയിലേറെ രൂപയുടെ പാതിവില തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ട് സർക്കാർ. ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾ അന്വേഷിച്ചാൽ മതി എന്നാണ് നിർദ്ദേശം. അന്വേഷണ സംഘ തലവനായ MJ സോജനെ വിജിലൻസിലേക്ക് മാറ്റിയതിനു പിന്നാലെയാണ് നടപടി. കേരളത്തിൽ ഉടനീളം നടന്ന തട്ടിപ്പിന് പ്രത്യേക സംഘം ഇല്ലാതായതോടെ കോടതിയിൽ തിരിച്ചടി അയക്കുമെന്നാണ് ആശങ്ക. കേരളത്തെ ഞെട്ടിച്ച പാതിവില തട്ടിപ്പിൽ 1.5 ലക്ഷത്തോളം ആളുകളെ കബളിപ്പിച്ച് 500 കോടിയിലേറെയാണ് തട്ടിയെടുത്തത്. കേരളത്തിൽ പലയിടത്തും വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 1400ഓളം പരാതികളാണുള്ളത്. തട്ടിപ്പിന്റെ ഗൗരവം മനസ്സിലാക്കിയായിരുന്നു സർക്കാർ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. ക്രൈംബ്രാഞ്ച് കൊച്ചി SP MJ സോജനായിരുന്നു സംഘത്തലവൻ. തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരന്മാരായ സായിഗ്രാം ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാർ, അനന്തകൃഷ്ണൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇതിനിടെ ഇക്കഴിഞ്ഞ ജൂണിൽ MJ സോജനെ വിജിലൻസ് സ്പെഷ്യൽ സെല്ലിലേക്ക് സ്ഥലം മാറ്റി. പിന്നാലെ കേസുകളെല്ലാം ഇനി അതാത് ക്രൈംബ്രാഞ്ച് യൂണിറ്റിന് കീഴിൽ അന്വേഷിച്ചാൽ മതി എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തി. കേസുകളെല്ലാം ഒറ്റ FIR-ൽ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആനന്ദകുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് പ്രത്യേക സംഘമില്ലെന്ന് സർക്കാരിന്റെ സത്യവാങ്മൂലം. പ്രത്യേക സംഘം ഇല്ലാതായതോടെ അന്വേഷണം കുത്തഴിഞ്ഞ നിലയിലാണ്. ഏകീകൃത സ്വഭാവത്തോടെ അന്വേഷണമില്ലെങ്കിൽ പരസ്പര വൈരുദ്ധ്യമുള്ള കണ്ടെത്തലുകൾ ഉണ്ടാകാം. വിചാരണ ഘട്ടത്തിൽ പ്രതികൾക്ക് ഇത് ഏറെ ഗുണം ചെയ്യുമെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. 24 തിരുവനന്തപുരം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനം ഉടനുണ്ടാകും. ഒരാഴ്ചക്കുള്ളിൽ പ്രഖ്യാപനം നടത്തുമെന്നാണ് ദേശീയ നേതൃത്വം അറിയിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് നിലപാട് അറിയിച്ചു. ലൈംഗികാരോപണ വിവാദങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെച്ചതോടെയാണ് പുതിയ അധ്യക്ഷനായുള്ള ചർച്ചകൾ സജീവമായത്. ഈ മാസം 10-ന് മുൻപ് അധ്യക്ഷ പ്രഖ്യാപനം നടത്താനാണ് നീക്കം. കേരളത്തിന്റെ ചുമതലയുള്ള യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രാവൺ റാവു കേരളത്തിലെ നേതാക്കളെ നേരിട്ട് കണ്ടു. നേതാക്കൾ തമ്മിൽ ഇതുവരെയും അഭിപ്രായ ഐക്യത്തിലെത്തിയിട്ടില്ല. ബിനു ചുള്ളിയിൽ OJ ജനീഷ് എന്നിവർക്കാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പിന്തുണ. അബിൻ വർക്കി, KM അഭിജിത്ത്, ബിനു ചുള്ളിയിൽ എന്നിവരിൽ ആരെയെങ്കിലും പരിഗണിക്കാമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. അബിൻ വർക്കി എന്ന ഒറ്റപ്പേര് മാത്രമാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചത്. ഇതോടെ ദേശീയ നേതൃത്വത്തിന് മുൻപിൽ 4 പേരുകളാണ് പരിഗണനയിൽ. ചർച്ചകൾ തുടരുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബ്. उसका प्रोसेस चल रहा है. बहुत जल्दी जब कोई डिसीजन होता है हम आपको बता देंगे. प्रॉब्लम ये है कि केरला के यूथ कांग्रेस का डिसीजन लेना तो वो रैंडमली चलते चलते नहीं ले सकते, सोच समझ के लेंगे. 1-2 दिन एक्स्ट्रा लग जाए चलेगा, लेकिन डिसीजन सही होना चाहिए. കേരളത്തിൽ അഭിപ്രായ ഐക്യമില്ലാത്ത സാഹചര്യത്തിൽ ഇനി തീരുമാനം ദേശീയ നേതൃത്വത്തിൻ്റെതാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ അഭിപ്രായവും നിർണായകമാവും. 24 തിരുവനന്തപുരം. രാഷ്ട്രീയ രംഗത്ത് UDF-ന്റെ യുവജന മാഫിയ സംഘമുണ്ടെന്ന് ഡോക്ടർ KT ജലീൽ MLA. പണം വാരിക്കൂട്ടുക, ജീവിതം ആസ്വദിക്കുക, ഇതാണ് കോൺഗ്രസ് ലീഗ് യുവനേതാക്കളുടെ ശീലം. പണമുണ്ടാക്കാനുള്ള വഴിയായി യുവനേതാക്കൾ രാഷ്ട്രീയത്തെ കാണുന്നു. ബന്ധു നിയമനത്തിൽ തനിക്കെതിരെ ലോകായുക്ത വിധി PK ഫിറോസ് ജസ്റ്റിസ് സിറിയക്കിനെ സ്വാധീനിച്ച് നേടിയതാണ്. അല്ലെങ്കിൽ ഫിറോസ് ഖുർആൻ തൊട്ട് സത്യം ചെയ്യണമെന്നും KT ജലീൽ പറഞ്ഞു. ഈ വിശുദ്ധ ഖുർആൻ പിടിച്ചിട്ട് ഫിറോസ് സത്യം ചെയ്യട്ടെ. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. ജഡ്ജി സിറിയക് ജോസഫിനെ
സ്വാധീനിച്ച് നേടിയെടുത്ത വിധിയാണ്. എനിക്കൊരു വക്കീൽ നോട്ടീസ് പോലും അയക്കാതെ, എനിക്കൊരു നോട്ടീസ് അയക്കാതെ, എന്നെ കേൾക്കാതെ ഞാൻ സത്യം ചെയ്യാം. എൻ്റെ മുന്നിൽ അന്നുണ്ടായിരുന്നത് ഒരുപാട് രൂപ കടം കൊടുത്ത് കിട്ടാതെ ഇരുന്ന ഒരു സ്ഥാപനത്തെ മെച്ചപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമായിരുന്നു. അത് ഞാൻ ഈ ഖുർആൻ പിടിച്ച് തന്നെ സത്യം ചെയ്യാം. AIADMKയിലെ പൊട്ടിത്തെറിക്ക് പിന്നാലെ മുതിർന്ന നേതാവ് KS സെങ്കോട്ടയ്യനെതിരെ നടപടി. സെങ്കോട്ടയ്യനെ പാർട്ടി പദവികളിൽ നിന്ന് നീക്കിയതായി AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി അറിയിച്ചു. ഏകപക്ഷീയ നടപടിയെന്നായിരുന്നു സെങ്കോട്ടയ്യന്റെ മറുപടി. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കുന്നംകുളം മർദ്ദനത്തിൽ ഇപ്പോൾ നടപടി വന്നിരിക്കുന്നു. 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പുലർക്ക് സസ്പെൻഷൻ എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പോലീസുകാർക്ക് സസ്പെൻഷൻ. സൂരജ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ തൃശ്ശൂരിൽ ചേരുന്നുണ്ട്. സൂരജ്, ഈ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണല്ലോ IG യുടെ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്ന വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, എന്തായാലും അച്ചടക്ക നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. സേനയുടെ തന്നെ മുഖത്തിന് ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയ കേസിൽ ഒടുവിൽ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. 2-2.5 വർഷത്തിലധികം നീണ്ട പോരാട്ടം. അതിനൊടുവിലാണ് ഈ പോലീസുകാർക്ക് സസ്പെൻഷൻ, അതായത് താൽക്കാലിക ആശ്വാസം എന്ന് നമുക്ക് കണക്കാക്കാം. അതായത് ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച് DIG ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്ന. ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു, അതായത് ഈ കേസുമായി, അതായത് സുജിത്തിന്റെ മർദ്ദന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി തന്നെ ഈ 4 പോലീസുകാരെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്തിരിക്കുന്നു. അങ്ങനെ കോടതി നടപടികൾ ഇവർ നേരിടുന്ന പശ്ചാത്തലത്തിൽ പ്രത്യേക പ്രൊവിഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് സസ്പെൻഷൻ നൽകണമെന്നൊരു ശുപാർശയായിരുന്നു തൃശൂർ DIG ആയിട്ടുള്ള റേഞ്ച് DIG ആയിട്ടുള്ള R ഹരിശങ്കർ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ റേഞ്ച് DIG നൽകിയിട്ടുണ്ടായിരുന്നത്. ആ റേഞ്ച് DIG നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഓർഡർ ഇറക്കിയിരിക്കുന്നത് IG-യുടെ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കൃത്യമായി പേരുവിവരങ്ങൾ പറയുന്നുണ്ട്. സന്ദീപ്, അതോടൊപ്പം തന്നെ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലെ ശശിധരൻ, ടൗൺ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന സജീവൻ, അങ്ങനെ തുടങ്ങി ഈ പോലീസുകാർക്കെതിരെയാണ് നൂഹ്മാൻ ഇപ്പോൾ വിയൂർ പോലീസ് സ്റ്റേഷനിലാണ്. അങ്ങനെ 4 പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇതിൽ ഉത്തരവുണ്ടായിരിക്കുന്നത്. ആ ഉത്തരവിൽ പറയുന്നുണ്ട് കൃത്യമായി ഈ കോടതി നടപടികൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ടാണ് കോടതി കേസെടുത്തിരിക്കുന്നത്. 324, 323 വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇന്ന് ഇത് സംബന്ധിച്ച് DIG റിപ്പോർട്ട് നൽകിയ സമയത്തടക്കം ഈ യൂത്ത് കോൺഗ്രസും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല അടക്കം പറഞ്ഞിരുന്ന ഈ സസ്പെൻഷൻ കൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് തങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ ഇതൊരു നടപടിക്രമം, അതായത് ആദ്യഘട്ട നടപടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഈ സേനയുടെ മുകളിലടക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പോലും പ്രഷർ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് അയച്ച പരാതി, ആ പരാതിയിന്മേൽ സർക്കാർ തന്നെ ഇടപെട്ടുകൊണ്ട് അടിയന്തരമായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് DGP-യോടക്കം വാക്കാൽ നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സർക്കാരിന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ കുന്നംകുളം അക്രമം മാറിയ സാഹചര്യത്തിലാണ് അടിയന്തരമായി 4 പോലീസുകാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറങ്ങിയിരിക്കുന്നു. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.